Hi dear students, database management system and DBMS unit 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡാറ്റാബേസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, അതേപോലെ ഡാറ്റാബേസും ഫയൽ സിസ്റ്റം തമ്മിലുള്ള കമ്പാരിസൺ പറഞ്ഞു, അതേപോലെ അഡ്വാൻറ്റേജസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും ആണ് കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ളത്. ആരെങ്കിലും ആ വീഡിയോ കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡാറ്റാബേസ് യൂസേഴ്സും അതേപോലെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്താണ് ഡാറ്റാബേസ് യൂസേഴ്സും അതേപോലെ എന്താണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഏകദേശം ഒരു ഉദാഹരണം നിങ്ങൾക്ക് ഉണ്ടാവും. ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആളെയാണ് അല്ലേ, പല ടൈപ്പിൽ യൂസേഴ്സ് ഉണ്ട്, അതൊക്കെ നമുക്ക് പോകാം. യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് നമ്മൾ ഡാറ്റാബേസ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ ലെവലിലാവാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുന്ന പോലെ ഇൻസേർട്ട് ക്വയറീസ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതേപോലെ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഡാറ്റാബേസിനെ മാനേജ് ചെയ്ത് കൊണ്ടെടുക്കുന്ന ആളെയാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നേരിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചില സമയത്ത് കമ്പാരിസൺ ചോദിക്കാറുണ്ട്, ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ഒക്കെ ആയിട്ട് തന്നെ ഇത് ചോദിക്കാറുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡാറ്റാബേസ് യൂസേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ കമ്പയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം ചോദിക്കാറുണ്ട്. അപ്പം അത് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്താണ് ഈ രണ്ട് എൻറ്റിറ്റി എന്താണെന്ന് നോക്കാം. സോ ആദ്യം ഡാറ്റാബേസ് യൂസേഴ്സ് ആണ്. സോ യൂസറാണ് അല്ലേ. സോ ആ പേര് തന്നെ ഉണ്ട് എന്താണെന്നുള്ളത്, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതാണ് അതിൻ്റെ മീനിങ്. നോക്കാം നമുക്ക്. ഡാറ്റാബേസ് യൂസേഴ്സ് ആർ ദി വൺ ഹു റിയലി യൂസ് ആൻഡ് ടേക്ക് ദ ബെനിഫിറ്റ് ഓഫ് ഡാറ്റാബേസ്. സോ നമ്മൾ ഡാറ്റാബേസിൻ്റെ കുറേ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഒരു ഡാറ്റാബേസിനെ യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉപയോഗിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡാറ്റാബേസ് യൂസേഴ്സ് എന്ന് പറയുന്നത്. There will be different types of users depending on their need and way of accessing the database. So ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട് ഡാറ്റാബേസിൽ. അത് അവർ ഡാറ്റാബേസ് എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മളതിനെ ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുള്ളത്. ഓക്കെ, ആ കാറ്റഗറീസ് ആണ് പറയുന്നത്. ഒന്ന് അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്, ഒരു ടൈപ്പ് ഓഫ് യൂസറാണ്. ഇത് ഓരോന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തൊട്ടടുത്ത സ്ലൈഡിൽ പറയും. ഓക്കെ, അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ് ആണ് ഫസ്റ്റ് യൂസർ ടൈപ്പ്. രണ്ടാമത്തത് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. മൂന്നാമത്തത് സ്പെഷ്യലൈസ്ഡ് യൂസേഴ്സ്. ദെൻ സ്റ്റാൻഡ് അലോൺ യൂസേഴ്സ് ആൻഡ് നാറ്റീവ് യൂസേഴ്സ്. ഇങ്ങനെ 5 ടൈപ്പിലാണ് ഡാറ്റാബേസ് യൂസേഴ്സ് ഉള്ളത്. ഓക്കെ, സോ ഡാറ്റാബേസ് യൂസിൽ ആദ്യത്തേതാണ് എന്ത്, അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. ആ പേരിൽ തന്നെ ഏകദേശം ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് അല്ലേ, അപ്ലിക്കേഷൻ പ്രോഗ്രാമേഴ്സ്. അതായത് അപ്ലിക്കേഷൻ പ്രോഗ്രാംസ്, അതായത് ഡിഫറെൻറ്റ് ആപ്പുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടാക്കുന്ന ആൾക്കാർ, അവർക്ക് എന്ത് ആവശ്യം ഉണ്ടാവും, ബാക്ക് എൻഡ് ആയിട്ട് അല്ലേ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റാബേസ് അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അങ്ങനത്തെ ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ യൂസേഴ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡാറ്റാബേസ് യൂസേഴ്സ്. ദേ ആർ അപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ആയിരിക്കും ഭൂരിഭാഗം അങ്ങനത്തെ ആൾക്കാർ. ഓക്കെ, നോക്കാം നമുക്ക്. ദേ ആർ ദ ഡെവലപ്പേഴ്സ് ഹു ഇൻട്രാക്ട് വിത്ത് ദ ഡാറ്റാബേസ് ബൈ മീൻസ് ഓഫ് DML ക്വയറീസ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് അപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ആണ് ഈ ടൈപ്പ് ഓഫ് യൂസർ എന്ന് പറഞ്ഞാൽ. അവർ DML ക്വയറീസ്, ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ക്വയറീസ് വെച്ചിട്ട് ഈ ഡാറ്റാബേസുമായിട്ട് എന്ത് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുകയും റിട്രീവ് ചെയ്യുകയും ഒക്കെ ചെയ്യും. So these DML queries are written in the application programming like C, C++, Java, Pascal, Python, അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലായിരിക്കും ഈ ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ് ക്വയറീസ് അവർ എഴുതുന്നത്. സാധാരണ നിങ്ങൾ SQL ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ക്വയറി ലാംഗ്വേജ് ഒക്കെ എങ്കിലും ഈ അപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ പ്രോഗ്രാമർ എന്നുള്ള ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉപയോഗിക്കുന്ന ലാംഗ്വേജ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, അതായത് C, C++, Java അങ്ങനത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് അവർ DML ക്വയറീസ് എഴുതുന്നത്. So these queries are converted into object codes to communicate with the database. So ആ ക്വയറീസ് ഒബ്ജക്റ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കമ്പൈലർ ഇതൊക്കെ ഒബ്ജക്റ്റ് കോഡൊക്കെ ആക്കുന്ന എപ്പോഴാണ് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ എഴുതുന്ന ക്വയറീസ് എല്ലാം ഒബ്ജക്റ്റ് കോഡാക്കി കൺവേർട്ട് ചെയ്യും, അതിനെ ഡാറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫോർ എക്സാമ്പിൾ, writing a C program to generate the report of employees who are working in particular department will involve a query to fetch the data from database. ഒരു എക്സാമ്പിൾ ആണ്, ഒരു എംപ്ലോയി വർക്കിംഗ് ഓൺ എ പെർട്ടിക്കുലർ കമ്പനിയിലെ വർക്കിംഗ് ഓൺ എ പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം. അതിനുവേണ്ടി നിങ്ങൾ പ്രോഗ്രാം ചെയ്താണെങ്കിൽ അതിൽ നിങ്ങൾ എഴുതുന്ന C പ്രോഗ്രാമിൽ ഒരു ക്വയറി ചെയ്താൽ അല്ലെങ്കിൽ ഒരു കോഡ് എഴുതിയാൽ ഡാറ്റാബേസ് ആയിട്ട് അല്ലെങ്കിൽ ഡാറ്റാബേസിലേക്കുള്ളൊരു ക്വയറിയാണ് ടു ഫെച്ച് സം ഡാറ്റ. സോ നിങ്ങൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജിലുള്ള ക്വയറീസിനെ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസിനെ മാറ്റിയിട്ട് നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് അത് ഇൻഫോർമേഷൻ എന്താണോ അത് നിങ്ങൾക്ക് ഫെച്ച് ചെയ്ത് തരും, അല്ലെങ്കിൽ അങ്ങോട്ട് സ്റ്റോർ ചെയ്യാനാണെങ്കിൽ അങ്ങനെ. സോ ഇവിടെ പ്രോഗ്രാം അല്ലെങ്കിൽ DML ക്വയറീസ് എഴുതുന്നത് അവരേത് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണോ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ആ പെർട്ടിക്കുലർ ലാംഗ്വേജിലായിരിക്കും. ഓക്കെ, സോ ഇറ്റ് വിൽ ഇൻക്ലൂഡ് എംബഡഡ് SQL ക്വയറീസ് ഇൻ C പ്രോഗ്രാം. സോ C പ്രോഗ്രാമിൻ്റെ അകത്ത് നമുക്ക് SQL ക്വയറീസ് എംബഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. സോ സെക്കൻഡ് ടൈപ്പ് ഓഫ് യൂസേഴ്സ് ആണ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. നോക്കാം.
They are database developers who write SQL queries to select, insert, delete, update data. ഇതാണ് ഡാറ്റാബേസ് ഉണ്ടാക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർ അല്ലെ. ഡാറ്റാബേസ് ഉണ്ടാക്കിയിട്ട് അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ട ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് യൂസേഴ്സിനാണ് ഡാറ്റാബേസ് ഡെവലപ്പേഴ്സ് ആണ്. മറ്റേത് ആപ്ലിക്കേഷൻ ഡെവലപ്പറാണ്. ഇത് ഡാറ്റാബേസ് ഉണ്ടാക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, അവർക്ക് എന്തൊക്കെ ക്വയറീസ് ഉണ്ട്? ഈ സെലക്ട്, ഇൻസേർട്ട്, ഡിലീറ്റ്, അപ്ഡേറ്റ്, ഈ ക്വയറീസ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ സെലക്ട് എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഡാറ്റ എടുക്കാനാണ്. ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റ അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനാണ് ഡാറ്റാബേസിലേക്ക്. സെലക്ട്, ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്ത് വെക്കാനാണ്. അപ്ഡേറ്റ് എന്നാൽ ഓൾറെഡി ഉള്ള ഡാറ്റനെ അപ്ഡേറ്റ് ചെയ്യാനാണ്. ആ പേരിൽ തന്നെ ഉണ്ട് അതർത്ഥമൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയെന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ലേറ്റർ പഠിക്കും. ഓക്കെ, സോ ദേ ഡു നോട്ട് യൂസ് എനി ആപ്ലിക്കേഷൻ ഓർ പ്രോഗ്രാംസ് ടു റിക്വസ്റ്റ് ദ ഡാറ്റാബേസ്. സോ അവരവിടെ അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് യൂസേഴ്സ് വേറെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല. അവർക്ക് വേണ്ട ഡാറ്റാബേസ് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്തിലാണ് ഉണ്ടാക്കുന്നത്? SQL വെച്ചിട്ടാണ് ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ആണെങ്കിൽ അവർ ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണോ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നത് ആ ലാംഗ്വേജിലാണ് അവർ ക്വയറീസ് എഴുതുന്നത്. ഇവിടെ SQL-ലായിരിക്കും ക്വയറീസ് ഉണ്ടാവുക. സോ they directly interact with the database by means of query language like SQL. SQL നിങ്ങൾ പഠിക്കാൻ പോകുന്നുണ്ട്, സ്ട്രക്ചേർഡ് ക്വയറി ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സോ ആ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് വെച്ചിട്ടാണ് അവർ ഈ ക്വയറീസ് എല്ലാം അല്ലെങ്കിൽ ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. സോ ദീസ് യൂസേഴ്സ് വിൽ ബി സയൻറ്റിസ്റ്റ്, എഞ്ചിനീയർ ഓർ അനലിറ്റിസ്റ്റ് who thoroughly study SQL and DBMS to apply the concept of their requirement. സോ ഇത് സാധാരണ സയൻറ്റിസ്റ്റ് അല്ലെ എഞ്ചിനീയേഴ്സ് ഒക്കെയാണ് ഈ ഒരു ഡാറ്റാബേസ് സോഫിസ്റ്റിക്കേറ്റഡ് യൂസറായിട്ട് വരിക. അവരെന്ത് ചെയ്യും? നല്ല ഡീപ്പ് നോളജ് ഉണ്ടാവും SQL-ലും DBMS-ലൊക്കെ. അവരുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യും. In short, we can say that this category of include designers and developers of DBMS and SQL. So sophisticated user എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അതിന് ഡെവലപ്പേഴ്സും ഡിസൈനേഴ്സും ആണ് ഈ സോഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സിൽ വരുന്നത്. ഓക്കെ, സോ മൂന്നാമത്തെ ടൈപ്പിലേക്ക് പോകാം നമുക്ക്, സ്പെഷ്യലൈസ്ഡ് യൂസർ. These are also sophisticated user, but they write special database application programs. നോക്കാം നിങ്ങൾക്ക്. They are the developers who develop the complex program to the requirement. അവർ കുറച്ചും കൂടെ SQL-ന് പകരം കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ് അവരിത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡ് അലോൺ യൂസേഴ്സ്. ദിസ് യൂസർ വിൽ ഹാവ് സ്റ്റാൻഡ് അലോൺ ഡാറ്റാബേസ് ഫോർ ദെയർ പേഴ്സണൽ യൂസ്. സോ ഒരു സിംഗിൾ ഡാറ്റാബേസ് അവർക്ക് തന്നെ ഉണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ഓഫ് യൂസേഴ്സാണ് സ്റ്റാൻഡ് അലോൺ യൂസേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ഹാവ് ദെയർ ഓൺ ഡാറ്റാബേസ് അല്ലെങ്കിൽ ഡാറ്റാബേസ് സിസ്റ്റം. So this kind of database will have ready-made database package which will have menus and graphical interface. So ഇത് നമ്മൾ സാധാരണ എഴുതുന്ന പോലെ SQL ക്വയറീസ് ഒന്നും വെച്ചിട്ട് എഴുതേണ്ട ആവശ്യമില്ല. അവർക്ക് ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ഉണ്ടാവും ഈ ഡാറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. മെനൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് കുറച്ചുകൂടി ഈസിയാണ് ഈ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ഹാൻഡിൽ ചെയ്യാനൊക്കെ. സോ ആ ടൈപ്പ് ഓഫ് യൂസേഴ്സ് ആണ് സ്റ്റാൻഡ് അലോൺ യൂസേഴ്സ് എന്ന് പറയുന്നത്. Then last one, native users. These are the users who use existing application to interact with the database. So already ഉള്ള ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഡാറ്റാബേസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നാറ്റീവ് യൂസേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഓൺലൈൻ ലൈബ്രറി സിസ്റ്റം, ടിക്കറ്റ് ബുക്കിംഗ്, ATM എക്സെട്ര അല്ലെ നമ്മൾ ATM ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത്? സോ വിച്ച് ഹാസ് എക്സിസ്റ്റിംഗ് അപ്ലിക്കേഷൻ ആൻഡ് യൂസർ യൂസ് ദം ടു ഇൻട്രാക്ട് വിത്ത് ദ ഡാറ്റാബേസ് ടു ഫുൾഫിൽ ദെയർ റിക്വസ്റ്റ്. സോ നിങ്ങൾ ATM-ലോ അല്ലെങ്കിൽ ഒരു ബുക്ക് ലൈബ്രറിയിലോ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾ അവിടെ ഡാറ്റാബേസിലാണ് നിങ്ങളൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ IRCTC-ൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ബേസിക്കലി അവിടെ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നത് ഡാറ്റാബേസ് ആയിട്ടാണ്. സോ ദിസ് ടൈപ്പ് ഓഫ് യൂസേഴ്സിനാണ് നമ്മൾ നാറ്റീവ് യൂസേഴ്സ് എന്ന് പറയുക. സോ ഭൂരിഭാഗം നമ്മളെല്ലാവരും ഒരു നാറ്റീവ് യൂസറെങ്കിലും ആയിരിക്കും അല്ലേ. സോ ലേറ്റർ ഓൺ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്പറൊക്കെ ആയി മാറും. എന്നാലും ഇപ്പം ഇതുവരെ ഡാറ്റാബേസ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നേറ്റീവ് യൂസിങ്ങിലെങ്കിലും എല്ലാവരും പെടുന്നുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ ഇത്രയാണ് ഡാറ്റാബേസ് യൂസേഴ്സിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് നോക്കാം. സോ അഡ്മിനിസ്ട്രേറ്റർ ആണല്ലേ ഡാറ്റാബേസിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ അതിന് ഒരുപാട് പവറും കാര്യങ്ങളും ഒരുപാട് ജോലി ഭാരങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വർക്ക് എൻവയറമെൻ്റ് ഒക്കെ കുറച്ചും കൂടി ഹൈ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഡാറ്റാബേസിനെ മൊത്തം അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം, അതിനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൾക്കാർക്കാണ് നമ്മൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ഡാറ്റാബേസ് സ്റ്റാർട്ട് ഫ്രം ഡിസൈനിങ്, ഇംപ്ലിമെൻറ്റിംഗ് ടു അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇറ്റ് അല്ലെ. അതായത് ഡിസൈൻ ചെയ്യുന്നു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ദെൻ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തവിടെ വെച്ചാൽ പോലെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണം. അഡ്മിനിസ്ട്രേഷൻ ജോലി അവിടെ ബാക്കിയാണ്. സോ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്ത് ബിൽഡ് ചെയ്താൽ മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് നമുക്കൊരു അഡ്മിനിസ്ട്രേറ്റേഴ്സിന് ആവശ്യമുണ്ട്. അങ്ങനത്തെ യൂസേഴ്സാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. എ ഡാറ്റാബേസ് ഫോർ എനി കൈൻഡ് ഓഫ് റിക്വയർമെൻറ്റ് നീഡ് ടു ബി ഡിസൈൻ പെർഫെക്റ്റ്ലി സോ ദാറ്റ് ഇറ്റ് ഷുഡ് വർക്ക് വിത്തൗട്ട് എനി ഇഷ്യൂസ്. സോ
നമ്മൾ സംശയമില്ലാത്ത കാര്യമാണ്. ഡാറ്റാബേസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ആ പെർട്ടിക്കുലർ ജോലി അല്ലെങ്കിൽ പെർട്ടിക്കുലർ പ്രോബ്ലം എന്താണ് നമുക്ക് ആവശ്യമുള്ള ഡാറ്റാബേസ് അതിൻ്റെ ഫുൾ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, വൺസ് ദ ഡിസൈൻ ഈസ് കംപ്ലീറ്റഡ് ഇറ്റ് നീഡ് ടു ബി ഇൻസ്റ്റാൾഡ്. നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കൺസ്ട്രക്ട് ചെയ്യണം, ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ആ ഡാറ്റാബേസ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം അല്ലേ. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഡാറ്റാബേസ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് രണ്ടാമത്തേത്. ആദ്യം ഡിസൈനിങ്, രണ്ടാമത്തത് ഇംപ്ലിമെൻറ്റിങ്. സോ വൺ ദിസ് സ്റ്റെപ്പ് കംപ്ലീറ്റഡ് യൂസേഴ്സ് സ്റ്റാർട്ട് യൂസിങ് ദ ഡാറ്റാബേസ് അല്ലെ. ഡിസൈൻ ചെയ്തു, അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും, യൂസേഴ്സ് സാധാരണക്കാരൻ നേരത്തെ പറഞ്ഞ കുറേ ടൈപ്പ് ഓഫ് യൂസേഴ്സ് ഉണ്ട്, അവർക്ക് അത് എന്ത് ചെയ്യും, ഈ ഡാറ്റാബേസ് യൂസ് ചെയ്യാൻ തുടങ്ങും. സോ ദിസ് ഡാറ്റാബേസ് ഗ്രോ ആസ് ഡാറ്റ ഗ്രോസ് ഇൻ ദ ഡാറ്റാബേസ്. സോ ഡാറ്റാബേസ് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോപ്പറായിട്ട് അല്ലേ. അപ്പോൾ ആൾക്കാരുടെ എണ്ണം കൂടുകയും അതേപോലെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ഡാറ്റ ഒക്കെ കൂടുമ്പം ഈ ഡാറ്റാബേസിൻ്റെ ഡാറ്റയുടെ സൈസ് എന്ത് ചെയ്യും, കൂടാൻ തുടങ്ങും. സോ അവിടെ അതിൽ കൊള്ളുന്ന രീതിയിലല്ല അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ട ഒരു ജോലി അവിടെ ബാക്കിയുണ്ട്. അത് ചെയ്യുന്ന ആൾക്കാർ, മെയിൻ്റെനൻസ് ജോലി അവിടെ ബാക്കിയാവും. അത് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വെൻ ദ ഡാറ്റാബേസ് ബിക്കം ഹ്യൂജ് ഇറ്റ് ഈസ് പെർഫോമൻസ് കംസ് ഡൗൺ അല്ലേ. ഡാറ്റാബേസിൽ ഡാറ്റ കൂടിക്കഴിഞ്ഞാൽ പെർഫോമൻസ് ഡൗൺ ആവും. ചില സമയത്ത് നിങ്ങൾ സെർവർ ഡൗൺ ആവാന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഒരു പക്ഷേ ഡാറ്റാബേസിൽ ഭയങ്കര ട്രാഫിക് വന്നതുകൊണ്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റ്വർക്കിലേ ആവാം. ഡാറ്റാബേസിൽ ട്രാഫിക് വന്നാലും എന്തുണ്ടാവും, പെർഫോമൻസ് ലോവർ ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ ഡൗൺ ആവാൻ തുടങ്ങും. സോ ഓൾസോ അസസിങ് ദ ഡാറ്റ ഫ്രം ദ ഡാറ്റാബേസ് ബിക്കം എ ചലഞ്ച്. സോ ഡാറ്റയുടെ സൈസ് കൂടുമ്പം ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. അതിന് ഒരുപാട് സമയം എടുക്കുകയൊക്കെ ചെയ്യും. പെർഫോമൻസ് യൂഷ്വലി ഡൗൺ ആവും. സോ ദർ വിൽ ബി unused memory in database making the memory inevitable huge. സോ ചില സമയത്ത് മെമ്മറി ഡാറ്റാബേസിൽ മെമ്മറീസ് അൺയൂസ് ചെയ്ത് അല്ലെങ്കിൽ യൂസ് ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. സോ അതും ഒരു ഇഷ്യൂ ആണ് അവിടെ. സോ ദിസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഡാറ്റാബേസ് ഈസ് ടേക്ക് കെയർ ബൈ ദ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, DBA എന്ന് പറയും. ഓക്കെ, അപ്പം ഇത്രയും ജോലികൾ, അതായത് ഡാറ്റാബേസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള മെയിൻ്റെനൻസും കാര്യങ്ങളും മുതൽ എല്ലാ ജോലികളും ചെയ്യുന്ന ആൾക്കാരെയാണ് ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത്, അതായത് DBA എന്ന് ഷോർട്ടായിട്ട് നമ്മൾ പറയും. സോ ഒരു ഡാറ്റാബേസ് അല്ലെങ്കിൽ ഒരു DBA ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എ ഗുഡ് പെർഫോമിംഗ് ഡാറ്റാബേസ് ഈസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ DBA. സോ അങ്ങനെ അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് നോക്കാം. ഇൻസ്റ്റാളിംഗ് ആൻഡ് അപ്ഗ്രേഡിംഗ് ദ DBMS servers. DBA is responsible for installing a new DBMS server for the new project. സോ നമ്മൾ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഡാറ്റ കൂടുന്നതിനനുസരിച്ച് നമുക്ക് DBMS സെർവർ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതും അത് അപ്ഗ്രേഡ് ചെയ്യുന്നതൊക്കെ ആരുടെ ജോലിയാണ്, ഈ ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററുടെ ജോലിയാണ്, DBAയുടെ ജോലിയാണ്. സോ he is also responsible for upgrading these servers as there is new version comes to the market or requirement. സോ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യം വരും. അതായത് ചില സമയത്ത് അത് പുതിയ വേർഷൻസ് വരുമ്പോഴൊക്കെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, DBAൻ്റെ വേർഷൻസും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി വരും. അപ്ഗ്രേഡ് ചെയ്യേണ്ട ജോലി അവിടെ ബാക്കിയുണ്ട്. സോ അതും ചെയ്യേണ്ട ആരാണ്, ഈ DBA ആണ്. അതാണ് ഇൻസ്റ്റാളേഷൻ ആൻഡ് അപ്ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. So if there is any failure in upgradation of existing servers, he should be able to revert the new changes back to the older version, thus maintain the DBMS working. So എന്തെങ്കിലും അപ്ഗ്രേഷൻ സമയത്ത് എന്തെങ്കിലും ഫെയിലിയർ വന്നാൽ ആ ഫെയിലിയറിന് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റാബേസ് എന്തായി പോകും, സ്റ്റക്ക് ആയി പോകും അല്ലെ, DBMS വർക്കിംഗ് സ്റ്റക്ക് ആയി പോകും. സോ അത് ഇല്ലാതാക്കാൻ വേണ്ടി തൊട്ട് പ്രീവിയസ് സേഫ് ആയിട്ടുള്ള സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകണം. അങ്ങനത്തെ ഒരുപാട് ജോലികളുണ്ട് DBMS ഒരു DBA സെർവറിന്, ഒരു DBA അഡ്മിനിസ്ട്രേറ്റർക്ക്. So he is also responsible for updating the service specs, hotfix and patches to the DBMS server. So basically DBMS ഉണ്ടാവുന്ന എല്ലാ സർവീസ് റിക്വസ്റ്റും അതേപോലെ ഹോട്ട് ഫിക്സസ് പ്രോബ്ലംസിനും പാച്ചസിനും ഒക്കെ പ്രോബ്ലം കണ്ടെത്തേണ്ടതില്ല, അതൊക്കെ റെസ്പോൺസിബിലിറ്റി ആരുതാണ്, ഒരു DBAയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ടാമത്തെ ഒരു ജോലി എന്ന് പറയുന്നത് ഡിസൈൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ആണ്. So designing the database and implementing is also a DBA's responsibility. So ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആണോ ആവശ്യമുള്ളത് അത് ഡിസൈൻ ചെയ്യുന്നതും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും ആരാണ്, ഒരു DBA ആണ്. സോ ഓരോ ആപ്ലിക്കേഷൻസിനും അതിനനുസരിച്ച് ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ആ നീഡിനനുസരിച്ചുള്ള ഒരു DBA ഒരു ഡിസൈൻ ഉണ്ടാക്കണം, ആര്, DBA ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, സോ he should be able to decide proper memory management, file organization, error handling, log maintenance etc. for the database. സോ ഡാറ്റാബേസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട, അതിൽ കുറച്ചെണ്ണമാണ് ഇവിടെ പറയുന്നത്. മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ ഓർഗനൈസേഷൻ, എറർ ഹാൻഡ്ലിംഗ്, ലോഗ് മെയിൻ്റെനൻസ്, ഇതൊക്കെ കീപ്പ് ചെയ്തിട്ട് വേണം ഒരു DBA ഒരു പുതിയ സാധനം, ഒരു പുതിയ ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് ഡോക്യുമെൻറ്റേഷൻ. സോ DBA ഷുഡ് പ്രോപ്പർലി ഡോക്യുമെൻറ്റിംഗ് all his activities so that if he quits
or any new DBA comes in, he should be able to understand the database without any effort. So ഇതാണ് നമ്മളൊരു ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ ചെയ്ത് വെക്കുക. അതായത് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിന് പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ അനുസരിച്ചുള്ളൊരു ഡോക്യുമെൻ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്ന് വെച്ചാൽ ഒരു DBA അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ മാറി വേറെ ആൾ വരികയാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യണം, ഈസി ആയിട്ട് മുമ്പുള്ള ആൾ എങ്ങനെയാണ് ഇത് ചെയ്തു വെച്ചെന്ന് അറിയാൻ പറ്റണം. സോ ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ അവിടെ ഉണ്ടായിരിക്കണം. So he should basically maintaining all his installation, backup, recovery, security methods. He should keep various reports about the database performance. So ഇത്രയും കാര്യങ്ങൾ അവർ ഡോക്യുമെൻറ്റേഷൻ ആയിട്ട് അവിടെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ ഒരു DBAയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ്, പെർഫോമൻസ് ട്യൂണിങ്. So since database is huge and it will have a lot of tables, data, constraints and indices, there will be variations in the performance from time to time. So ഒരു ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹ്യൂജ് ഇൻ സൈസാണ്. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ അവിടെ ഉണ്ടാവും. ഒരുപാട് ഡാറ്റാസ് ഉണ്ടാവും, ഒരുപാട് ടേബിൾസ് ഉണ്ടാവും, ഒരുപാട് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങളത് വയ്യെ പഠിക്കും. സോ അത് എല്ലാം വയ്യെ പഠിക്കുമ്പോൾ അവിടെ പെർഫോമൻസിന് ഭയങ്കര ഒരു വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഡാറ്റയുടെ സൈസ് കൂടുമ്പോഴും ഒക്കെ എന്ത് ചെയ്യും, പെർഫോമൻസിന് ഒരു വേരിയേഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ also because of some designing issues or data growth, the database will not work as expected. So ഡിസൈൻ ചെയ്യുന്നതിലുള്ള പ്രോബ്ലം ആവാൻ ചിലപ്പം, അല്ലെങ്കിൽ ഡാറ്റയുടെ ഗ്രോത്ത്, ഡാറ്റയുടെ അധികമായിട്ടുള്ള ഡാറ്റ വരുന്നതാവാം. ഇതൊക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യും, അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങിന്, ഡാറ്റാബേസിൻ്റെ പ്രോപ്പർ വർക്കിങ്ങിന് എഫക്റ്റ് ചെയ്യും. സോ ഇറ്റ് ഈസ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ DBA ടു ട്യൂൺ ദി ഡാറ്റാബേസ് പെർഫോമൻസ്. സോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ അത് ട്യൂൺ ചെയ്ത് റെഡി ആക്കേണ്ടതും ആരുടെ ജോലിയാണ്, ഒരു DBAയുടെ ജോലിയാണ്. ഓക്കെ. He is responsible to make sure all the queries and program work in fraction of second. So ഒരു ഡാറ്റാബേസിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും വേണ്ട രീതിയിൽ ഇൻഫോർമേഷൻ കിട്ടുന്നതിനെയാണ് നമ്മൾ അതിന് പ്രോപ്പറായിട്ട് വർക്കിംഗ് എന്ന് പറയുള്ളൂ. സോ നമുക്ക് വേണ്ട ക്വയറീസ്, നമുക്ക് വേണ്ട ഇൻഫോർമേഷൻ പെട്ടെന്ന് തന്നെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡോടെ തന്നെ കിട്ടണം, അല്ലെങ്കിൽ കിട്ടിയിരിക്കണം. അത് ഉറപ്പാക്കേണ്ടത് ആരുടെ ജോലിയാണ്, DBAയുടെ ജോലിയാണ്. സോ അതാണ് ബേസിക്കലി പെർഫോമൻസ് ട്യൂണിങ്. പെർഫോമൻസ് എപ്പോഴും ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക, മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ദെൻ സെക്യൂരിറ്റി. DBA is responsible for creating various database uses and roles and giving them different levels of access right. So ഈ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്സസ് റൈറ്റ് ഒക്കെ നിങ്ങൾ പിന്നെ പഠിക്കും. സോ ചില ആൾക്കാർക്ക് ഡാറ്റാബേസിൽ ഉപയോഗിക്കുന്നതിന് പെർമിഷൻസ് അതേപോലെ ലിമിറ്റേഷൻസ് ഉണ്ടാവും കമ്പയറിങ് ടു അതേഴ്സ്. സോ എത്ര ആൾക്കാർക്ക് ഏത് ഡാറ്റാബേസ് വരെ പോകാമെന്നൊക്കെ ഉണ്ടാവും. സോ അങ്ങനത്തെ സെക്യൂരിറ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നതും കൊടുക്കുന്നതും ഒക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു DBAയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. Then migrate database servers. So sometimes user using Oracle would like to shift SQL Server or Netezza. It is responsibility of a DBA to make sure that migrating happens without any failure and there is no data loss. So എന്താ പറയുന്നത് വെച്ചാൽ, ഡാറ്റാബേസ് നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോഗ്രാം ഉണ്ടാക്കുമ്പം അത് ചിലപ്പം ഒരുപാട് ഡാറ്റാബേസ് സെർവേഴ്സ് ഉണ്ട്. SQL ഉണ്ട്, Oracle ഉണ്ട്, Postgres ഉണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. പക്ഷേ ചില ആൾക്കാർ, ചില യൂസേഴ്സ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ലെവലിലൊക്കെ എന്ത് ചെയ്യും, ചിലർക്ക് ഈ ഡാറ്റാബേസ് കുറച്ച് യൂസ് ചെയ്തതിന് ശേഷം ചിലപ്പം ഒന്നൊന്ന് വേറൊന്നിലേക്കും ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഡാറ്റ ലോസ് ആവാതെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടെടുക്കേണ്ട ആരുടെ ജോലിയാണ്, ഈ DBAയുടെ ജോലിയാണ്. സോ അങ്ങനത്തെ ആ പർപ്പസിൽ ആ റെസ്പോൺസിബിലിറ്റിക്ക് നമ്മൾ പറയുന്നത് മൈഗ്രേറ്റ് ഡാറ്റാബേസ് സെർവർ എന്ന് പറയുന്നത്. മൈഗ്രേറ്റ് ഫ്രം വൺ ഡാറ്റാബേസ് ടു അതർ ഡാറ്റാബേസ് മോഡലിലേക്ക് മാറുന്ന, സെർവറിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ഈ മൈഗ്രേറ്റ് ഡാറ്റാബേസ് സെർവർ എന്ന് പറയുന്നത്. Then next responsibility ആണ് ബാക്കപ്പ് ആൻഡ് റിക്കവറി. പ്രോപ്പർ ബാക്കപ്പ് ആൻഡ് റിക്കവറി പ്രോഗ്രാം നീഡ് ടു ബി ഡെവലപ്ഡ് ബൈ DBA ആൻഡ് ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ് ഹിം. സോ പ്രോപ്പറായിട്ടുള്ള ബാക്കപ്പും റിക്കവറിയും എപ്പോഴും ഒരു ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഡാറ്റ ബേസിൽ വരുന്ന എന്തെങ്കിലും പ്രോബ്ലം നമുക്ക് ഉണ്ടാക്കുന്ന ഡാറ്റ ലോസ് കുറക്കാൻ നമുക്ക് സഹായകമാകും. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് ദ മെയിൻ റെസ്പോൺസിബിലിറ്റി ഓഫ് DBA. Data or object should be backed up regularly so that if there is any crash, it should be recovered without much effort and data loss. So എന്തെങ്കിലും ക്രാഷ് ഡാമേജ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ പരിക്കില്ലാതെ നമുക്ക് തിരിച്ച് റിക്കവർ ചെയ്യാനും ഡാറ്റ ലോസ് ഒന്നും ഇല്ലാതെ തിരിച്ച് വരാനും വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടൊരു ബാക്കപ്പ് ഡാറ്റ ഉണ്ടാക്കി വെക്കണം. സോ അതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു DBAയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇനി ടൈപ്സ് ഓഫ് DBA. ഫസ്റ്റ് വൺ, അഡ്മിനിസ്ട്രേറ്റീവ് DBA. This DBA mainly concerns
concerned with installing and maintaining DBMS server. So ഇയാളുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുക, DBMS സെർവർ കൊണ്ടുനടക്കുക. His prime tasks are installing, backup, recovery, security, replication, memory management, configuration and tuning. So മെയിൻ ആയിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ആരാണ് ചെയ്യുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് DBA എന്നുള്ള ടൈപ്പ് ഓഫ് DBA യൂസേഴ്സ് ആണത് ചെയ്യുന്നത്. He is mainly responsible for all administrative tasks of a database. So ഡാറ്റാബേസിൽ ഉണ്ടാകുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് എല്ലാം ചെയ്യുന്ന ആരാണ്? ഈ അഡ്മിനിസ്ട്രേറ്റീവ് DBA ആണ്. സോ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് DBA ആണ് ഡെവലപ്മെൻറ്റ് DBA. പേരിൽ തന്നെയുണ്ട് ഡിഫറൻസ് എന്താണെന്നുള്ളത് അല്ലേ. സോ ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് ക്വയറീസ് ആൻഡ് പ്രൊസീജിയർ ഫോർ ദി റിക്വയർമെൻറ്റ്. ബേസിക്കലി ഹിസ് ടാസ്ക് ഈസ് സിമിലർ ടു എനി ഡാറ്റാബേസ് ഡെവലപ്പർ. ഒരു ഡാറ്റാബേസ് ഡെവലപ്പർ എന്താണോ ചെയ്യുന്നത് അതാണ് ആരുടെ ജോലി? ഡെവലപ്മെൻറ്റ് DBA എന്നുള്ള ആളുടെ ജോലി. ജസ്റ്റ് ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, ക്വയറി നടത്തുക, അത്രയേ ഉള്ളൂ. ദെൻ തേർഡ് ടൈപ്പ് ഓഫ് യൂസറാണ് DBA ആണ് ഡാറ്റാബേസ് ആർക്കിടെക്റ്റ്. ആർക്കിടെക്റ്റ് ആണത്, ഡിസൈൻ ചെയ്യുന്ന ആൾ. സോ ഡാറ്റാബേസ് ആർക്കിടെക്റ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ യൂസർ റോൾ, ആക്സസ് റൈറ്റ്, ടേബിൾ, വ്യൂ, കൺസ്ട്രെയിൻ ആൻഡ് ഇൻഡിസൈസ്. അതായത് ഇത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ഒരുപാട് റിലേഷൻഷിപ്പ് കാണിക്കണം നമ്മൾ. ഒരുപാട് ഡാറ്റ ഉണ്ടാകുമ്പോൾ അത് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആ റിലേഷൻഷിപ്പ് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനുണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. അതാണ് ഇവിടെ പറഞ്ഞത്. മെയിൻറ്റെയിനിങ് ദ യൂസേഴ്സ്, ഒരുപാട് യൂസേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു ഡാറ്റാബേസിൽ അത് മെയിൻറ്റെയിൻ ചെയ്യണം. റോൾസ്, അവരുടെ റോൾസ് എന്താണെന്നുള്ളത്, ആക്സസ് റൈറ്റ്, ഓരോ യൂസർക്കും ഡിഫറെൻറ്റ് ആക്സസ് റൈറ്റ് ആയിരിക്കും ഉണ്ടാവുക. ചിലർക്ക് കിട്ടുന്ന ഡാറ്റ ചിലർക്ക് കിട്ടാൻ പാടില്ല. അങ്ങനത്തെ ഒരുപാട് റൈറ്റ്സുകൾ ഉണ്ടാവും, ആക്സസ് റൈറ്റ് ഉണ്ടാവും, അത് മെയിൻറ്റെയിൻ ചെയ്യണം. ടാബിൾസ് ഉണ്ടാവും, ടാബിൾസ് ഫോം ചെയ്യണം, ടാബിൾസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണം. അതിൻ്റെ പ്രോപ്പറായിട്ട് ആട്രിബ്യൂട്ട്സും കോളംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ഡിഫറെൻറ്റ് വ്യൂസ് ഉണ്ടാവണം, ഓരോ യൂസർക്ക് അനുസരിച്ച് ഡിഫറെൻറ്റ് വ്യൂസ് കിട്ടണം. കൺസ്ട്രെയിൻസ് ഉണ്ടാവും, റെസ്ട്രിക്ഷൻസും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്, അതേപോലെ ഇൻഡെക്സ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഡിസൈൻ ചെയ്യുന്നത്, ഇതെല്ലാം കൊടുക്കുന്നതും ഒക്കെ ആരാണ്? ഈ ഡാറ്റാബേസ് ആർക്കിടെക്റ്റ് എന്നുള്ള ടൈപ്പ് ഓഫ് DBA ആണ്. He is mainly responsible for designing the structure of the database depending on the requirement. So അതാണ് ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുന്ന ആൾ, ഡിപ്പെൻഡിങ് ഓൺ റിക്വയർമെൻറ്റ്. ആ ആളെയാണ് നമ്മൾ പറയുക ഡാറ്റാബേസ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. സോ ദീസ് സ്ട്രക്ചേഴ്സ് വിൽ ബി യൂസ്ഡ് ബൈ ഡെവലപ്പേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് DBA ടു കോഡ്. സോ ഇതാണ് നമ്മൾ ഇതാണ് ഡെവലപ്മെൻറ്റ് യൂസർ ഇത് യൂസ് ചെയ്യുന്നത്, ഇയാൾ ഡിസൈൻ ചെയ്യുന്ന സാധനം. ഓക്കെ, നെക്സ്റ്റ് application DBA. He acts like a bridge between the application program and the database. He makes sure all application program is optimized to interact with the database. So എല്ലാ application പ്രോഗ്രാമും എന്ത് ചെയ്യുന്നു? ഈ ടൈപ്പ് ഓഫ് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതാണ് അപ്ലിക്കേഷൻ DBAയുടെ ജോലി. He ensure all activities from installing, upgrading and patching, maintaining, backup, recovery to executing the record work without any issue. ഇതാണ് അയാളുടെ മെയിൻ ജോബ് അപ്ലിക്കേഷൻ DBAയുടെ. Then data warehouse DBA. DBA should be able to maintain the data and procedures from various sources in the data warehouse. So data warehouse എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസിൻ്റെ കുറച്ചും കൂടെ ഒരു വേറെ വേർഷനാണ്, ഒന്നും കൂടെ വലിയൊരു എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നതൊക്കെയാണ് ഡാറ്റ വെയർഹൗസ്. ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ തൽക്കാലം. സോ DBA ഷുഡ് ബി ഏബിൾ ടു മെയിൻറ്റെയിൻ ഡാറ്റ ആൻഡ് പ്രൊസീജിയേഴ്സ് ഫ്രം വേരിയസ് സോഴ്സസ് ഇൻ ദ ഡാറ്റ വെയർഹൗസ്. സോ ഡാറ്റ വെയർഹൗസിലുള്ള ഡിഫറെൻറ്റ് മെയിൻറ്റെയിൻ പ്രൊസീജിയറും അതുപോലെ സോഴ്സിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് എന്ത്? ഈ ഡാറ്റ വെയർഹൗസ് DBA എന്ന് പറയുന്നത്. സോ ഇറ്റ് സംതിങ് റിലേറ്റഡ് ടു ഡാറ്റ വെയർഹൗസ്. These sources can be files, COBOLs or any other programs. Here data and program will be from different sources. So വേറെ sources നിന്നാണ് ഡാറ്റയും പ്രോഗ്രാമും ഒക്കെ ഉണ്ടാവുന്നത്. A good DBA should be able to keep the performance and function level from these sources at same pace to make the data warehouse to work. So ഒരു good DBA എന്ത് ചെയ്യും? ഈ പെർഫോമൻസും ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ കോഡും ഡാറ്റയും വരുന്നത് വേറെ സ്ഥലത്തു നിന്നാന്ന് പറഞ്ഞു നമ്മളല്ലേ. സോ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും, നല്ല പെർഫോമൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. Hence OLAP DBA. He is responsible for installing and maintaining the database in OLAP system. He maintains only OLAP database. So OLAP database മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേറ്റർ ആണ് OLAP DBA എന്ന് പറയുന്നത്. സോ ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാറുള്ളത്. സോ ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പാരിസൺസ് ആയിട്ട് ചോദിക്കാറുണ്ട്. സോ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് യൂസറും ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്ററും എന്നുള്ളത് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ടൈപ്പ് ഓഫ് യൂസേഴ്സ്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എക്സാമിന്
ഷോർട്ട് എസ്സേ അല്ലെങ്കിൽ എസ്സേ ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് കൂടിയൊരു ഭാഗമാണ്. ഓക്കെ, സോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ ബാക്കി അടുത്ത ലൈവ് ക്ലാസ്സിൽ എപ്പോഴെങ്കിലും. സോ തൽക്കാലം നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.